ഹായ് ഹലോ എല്ലാവർക്കും ബിൽഡ് യുവർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫസ്റ്റാണ് നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഫിസിക്സ് ആണ്. ഓക്കെ, അപ്പം നമുക്കറിയാം, നമുക്ക് ചെറിയ ചെറിയ ടോപ്പിക്കുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പോവാം. കണ്ടിന്യൂസ് ആയിട്ട് സയൻസ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ജനറൽ അവയർനെസ് അങ്ങനെ ഒന്നും കണ്ടിന്യൂസ് ആയിട്ടായിരിക്കില്ല നമ്മൾ പോകുന്നത്. ഓരോ ടോപ്പിക്കിൽ നിന്നും ചെറിയ ചെറിയ വീഡിയോസ് അങ്ങനെയാണ് പോവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഫിസിക്സിലെ ഫസ്റ്റ് ഒരു കുഞ്ഞ് ടോപ്പിക്കാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. നമുക്കറിയാമല്ലോ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്. നമുക്ക് ഓരോ ക്വാണ്ടിറ്റീനെയും നമ്മൾ മീറ്റർ, സെന്റിമീറ്റർ അല്ലെങ്കിൽ കിലോഗ്രാം, ഗ്രാം എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ എല്ലാ ക്വാണ്ടിറ്റിക്കും ഉള്ളതാണ് മീറ്റർ. നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ യൂണിറ്റ്സ് ആവശ്യമാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനാണ് ഈ ഒരു ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ആ ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് തന്നെ എന്താണ് ഫിസിക്സ് എന്നുള്ളത് ആദ്യം നോക്കാം. അപ്പം ഫിസിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് നേച്ചറിന്റെ പഠനത്തിന് അല്ലെങ്കിൽ പ്രകൃതിയുടെ പഠനത്തിനെയാണ് നമ്മൾ ഫിസിക്സ് എന്ന് പറയുന്നത്. ആ ഒരു വേർഡ് വന്നിരിക്കുന്നത് ഫിസിക്സ് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ്. ഫിസിക്സ് എന്ന് പറഞ്ഞാൽ നേച്ചർ എന്നാണ് അർത്ഥം. മോഡേൺ ഫിസിക്സിന്റെ ഫാദർ എന്ന് പറയുന്നത് ഐസക് ന്യൂട്ടൺ ആണ്. ഐസക് ന്യൂട്ടൺ ആണ് മോഡേൺ ഫിസിക്സിന്റെ ഫാദർ. നെക്സ്റ്റ്, ഇന്റർനാഷണൽ ഇയർ ഓഫ് ഫിസിക്സ് 2005 നടത്തിയിട്ടുണ്ടായിരുന്ന ഇന്റർനാഷണൽ ഫിസിക്സ് ഇയർ 2005 അപ്പൊ ഇത് ഇടയ്ക്കൊക്കെ ചോദിക്കുന്നതാണ്. നമ്മുടെ കേരള PSCയിലൊക്കെയാണ് കൂടുതലായിട്ടും ചോദിക്കാനുള്ള ചാൻസസ്. റെയർ ആയിട്ട് RRBയിലും SSCയിലും ഒക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ അത്രയുമാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ ഒരു ടോപ്പിക്കിലേക്ക് പോവാം. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. അതിനകത്ത് യൂണിറ്റ്, ദ ചോസൺ സ്റ്റാൻഡേർഡ് യൂസ്ഡ് ഫോർ മെഷറിംഗ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ മെഷർ ചെയ്യാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡിനെയാണ് നമ്മൾ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ മെഷർ ചെയ്യാൻ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡിനെയാണ് യൂണിറ്റ് എന്ന് പറയുന്നത്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിരിക്കണം, വെൽ ഡിഫൈൻഡ് ആയിരിക്കണം, അതുപോലെ തന്നെ ഈസി ടു കമ്പയർ ചെയ്യാൻ ഈസി ആയിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം ഇന്റർനാഷണലി അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ നാട്ടിൽ ഒരെണ്ണം, വേറെയുള്ള നാട്ടിൽ ഒരെണ്ണം, അങ്ങനെ ഓരോ നാട്ടിലും ഓരോന്ന് പോയി കഴിഞ്ഞാൽ നമുക്കിത് എല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു യൂണിറ്റ് വേണം എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത്. അടുത്തത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽ ഡിഫൈൻഡ്. നമുക്ക് അത് നല്ല രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവണം. അതായത് എന്തൊരു കാര്യത്തിനും ആ ഒരു യൂണിറ്റ് എടുക്കുമ്പം അത് പ്രോപ്പർ ആയിരിക്കണം. ഈസി ടു കമ്പയർ, നമുക്ക് വേറെ ഏതെങ്കിലും ഒക്കെ ക്വാണ്ടിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള യൂണിറ്റ്സ് വേണം എടുക്കാനായിട്ട്. പിന്നെ ഈസി ടു റീപ്രൊഡ്യൂസ്. ഒരു യൂണിറ്റ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്ക് വേറെ യൂണിറ്റ്സ് ഡിറൈവ് ചെയ്യാനും എല്ലാം പറ്റുന്ന രീതിയിലായിരിക്കണം യൂണിറ്റ് ഇരിക്കേണ്ടത്. നെക്സ്റ്റ്, ഇൻഡിപെൻഡന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഫിസിക്കൽ കണ്ടീഷൻസ്. നമ്മളിപ്പം നമുക്കറിയാം നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ കണ്ടീഷൻ ഒന്നും എല്ലാ സമയത്തും ഒരേ രീതിയിലായിരിക്കില്ല ഉണ്ടാവുക. അപ്പൊ അങ്ങനെ ക്ലൈമറ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ കണ്ടീഷൻസ് മാറുന്നതിനനുസരിച്ചിട്ട് യൂണിറ്റിൽ അക്യുറസി ഇല്ല എന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഫിസിക്കൽ കണ്ടീഷനിൽ എന്ത് ചേഞ്ച് സംഭവിച്ചാലും യൂണിറ്റ് അതൊന്നുമായിട്ടും ബന്ധപ്പെടാതെ നിൽക്കുന്നതായിരിക്കണം. അപ്പൊ ഇത്രയുമൊക്കെയാണ് യൂണിറ്റ് നോക്കുമ്പം നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് രണ്ട് ടൈപ്സ് ഉണ്ട്, ഫണ്ടമെന്റൽ യൂണിറ്റ്സും ഡിറൈവ്ഡ് യൂണിറ്റ്സും. യൂണിറ്റ്സ് ഉള്ളത് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്, ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന രണ്ട് ടൈപ്പിലാണ് ഉള്ളത്. അതിനകത്ത് അടുത്തതാണ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. അപ്പം സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫണ്ടമെന്റൽ യൂണിറ്റ്സിന്റെ കേസിലാണ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് പറയുന്നത്. ആദ്യം ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആണ് നോക്കുന്നത്. സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്താണ്? ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ്. അതായത് ഒന്നിൽ നിന്നും ഡിറൈവ് ചെയ്യാണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന യൂണിറ്റ്സിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിൾസ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പൊ ഈ ഫണ്ടമെന്റൽ യൂണിറ്റ്സിനെ നമ്മൾ നാല് സിസ്റ്റംസ് ആണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സിന്റെ കേസിൽ ഉള്ളത്.
CGS സിസ്റ്റം ഇതൊക്കെ പണ്ടൊക്കെ നമ്മൾ യൂസ് ചെയ്തതും എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ്. ആദ്യത്തേതാണ് CGS സിസ്റ്റം. അതൊരു ഫ്രഞ്ച് സിസ്റ്റം ആണ്. C for centimeter, G for gram and S for second. അപ്പൊ നമുക്കറിയാം ഇത് ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് അതിനെ മെഷർ ചെയ്യാനാണ്. ഗ്രാം എന്ന് പറഞ്ഞാൽ വെയിറ്റ് മെഷർ ചെയ്യാനാണ്. ഇത് ടൈം ആണ്. അപ്പം നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് ഈ 3 കാര്യങ്ങൾ, അതായത് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലെങ്ത് അല്ലെങ്കിൽ ആ ഒരു മെഷർമെന്റ്, വെയിറ്റ്, അതുപോലെ തന്നെ ടൈം, ഈ 3 എണ്ണത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എപ്പോഴും യൂണിറ്റ്സ് ഇരിക്കുന്നത്. അപ്പൊ ഫ്രഞ്ച് സിസ്റ്റം ആണെങ്കിൽ CGS സിസ്റ്റം ആണ്. നെക്സ്റ്റ് വൺ MKS. MKS എന്ന് വെച്ചാൽ മീറ്റർ കിലോഗ്രാം സെക്കൻഡ്. അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് വന്നിട്ട് FPS സിസ്റ്റം. അതും ഒരു ബ്രിട്ടീഷ് സിസ്റ്റം ആണ്. അവിടെ ഇപ്പോഴും കൂടുതലും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ് ആണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അടുത്തത് SI യൂണിറ്റ്സ്. SI യൂണിറ്റ്സ് ആണ് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആയിട്ട് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അത് SI യൂണിറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് വരുന്നത്. CGS സിസ്റ്റം, MKS സിസ്റ്റം, FPS സിസ്റ്റം ആൻഡ് SI യൂണിറ്റ്സ്. ഇത് ഫണ്ടമെന്റൽ യൂണിറ്റ്സിന്റെ കേസ് ആണ്. ഇനി SI യൂണിറ്റ്സിൽ വന്നിട്ട് 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആണ് ഉള്ളത്. അതായത് SI യൂണിറ്റ്സിന്റെ കേസാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള SI യൂണിറ്റിന്റെ കേസിനകത്ത് 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആണ് ഉള്ളത്. അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ലെങ്ത് മീറ്റർ, SI യൂണിറ്റ് മീറ്റർ ആണ്, സിമ്പൽ M എന്നാണ് കൊടുക്കുക. മാസ് ആണെങ്കിൽ കിലോഗ്രാം ആണ്, kg. ടൈം ആണെങ്കിൽ സെക്കൻഡ്, S. ഇലക്ട്രിക് കറന്റ് ആംപിയർ. ടെമ്പറേച്ചർ കെൽവിൻ. ല്യൂമിനസ് ഇന്റൻസിറ്റി കാൻഡല. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ. അപ്പൊ ഇത്രയുമാണ് 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ഇത് ഓരോന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇപ്പം SSCയിലാണേലും RRBയിലാണേലും കേരള PSCയിലാണേലും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓരോന്നിന്റെയും SI യൂണിറ്റ് എന്താണ് എന്ന് പറഞ്ഞിട്ട് തന്നെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അടുത്തത് സപ്ലിമെന്ററി യൂണിറ്റ്സ്. ഫണ്ടമെന്റൽ യൂണിറ്റ്സിൽ തന്നെ ഉള്ളത്, SI യൂണിറ്റ്സിൽ ഫണ്ടമെന്റൽ യൂണിറ്റ്സിൽ തന്നെ ഉള്ളതാണ് സപ്ലിമെന്ററി യൂണിറ്റ്സ്. അതിനകത്തുള്ളത് റേഡിയൻ, പ്ലെയിൻ ആംഗിൾ മെഷർ ചെയ്യാനായിട്ടുള്ള റേഡിയനും സോളിഡ് ആംഗിൾ മെഷർ ചെയ്യാനായിട്ടുള്ള സ്റ്റെറേഡിയനും. ഇത് രണ്ടെണ്ണമാണ് സപ്ലിമെന്ററി ആംഗിൾസിൽ വരുന്നത്. അപ്പൊ ഇത്രയുമാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് വരുന്നത്. അടുത്തത് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ നോക്കിയാൽ തന്നെ നമുക്കറിയാം ഫണ്ടമെന്റൽ യൂണിറ്റ്സിൽ നിന്നും ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. അതായത് ഫണ്ടമെന്റൽ യൂണിറ്റ്സിനെ തന്നെ മോഡിഫൈ ചെയ്തെടുക്കുന്നതാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. അപ്പൊ കുറച്ച് ഡിറൈവ്ഡ് യൂണിറ്റ്സ് ഒരുപാട് എണ്ണം ഉണ്ട്. അതിനകത്ത് കുറച്ചെണ്ണം നമുക്ക് നോക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ഏരിയ മീറ്റർ സ്ക്വയർ ആണ്. ഫണ്ടമെന്റൽ യൂണിറ്റ് മീറ്റർ ആണ്. മീറ്റർ സ്ക്വയർ ആണ് ഏരിയ ആയിട്ട് പറയുന്നത്. വോള്യം ആണെങ്കിൽ മീറ്റർ ക്യൂബ് ആണ്. ഇനി ഡെൻസിറ്റി ആണെങ്കിൽ നോക്കാം, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. കിലോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ഫണ്ടമെന്റൽ ആണ്, മീറ്റർ എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ ആണ്. അത് രണ്ടും കൂടെ വരുന്നതാണ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. സ്പീഡ് ആണെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആക്സിലറേഷൻ ആണെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. പ്രഷർ ആണെങ്കിൽ പാസ്കൽ. പാസ്കൽ എന്ന് നമ്മൾ അതിനെ പറയും. അതിന്റെ യൂണിറ്റ് പാസ്കൽ എന്നാണ് പറയുക. നമ്മൾ പക്ഷെ അതിനെ മെഷർമെന്റിൽ നമ്മൾ യൂണിറ്റ് ആയിട്ട് എഴുതുമ്പോൾ ഒന്നുകിൽ അതിനെ പാസ്കൽ എന്ന് തന്നെ എഴുതാം, അല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ റൈസ് ടു -1 കിലോഗ്രാം പെർ മീറ്റർ സെക്കൻഡ്, മീറ്റർ സെക്കൻഡ് സ്ക്വയർ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ റൈസ് ടു നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് പെർ എന്നുള്ളതാണ്. താഴെയുള്ള ഡിനോമിനേറ്ററിലുള്ള വാല്യൂസ് ആണ് റൈസ് ടു നെഗറ്റീവിൽ ഇരിക്കുന്നത്. അടുത്തത് ഫോഴ്സ്. ഫോഴ്സ് എന്ന് വെച്ചാൽ ന്യൂട്ടൺ എന്ന് നമ്മൾ പറയും. അതിനെ നമുക്ക് യൂണിറ്റ്സ് ആയിട്ട് പെർഫെക്റ്റ് യൂണിറ്റ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നും നമുക്ക് പറയാം. അടുത്തത് എനർജി ജൂൾ ആണ്. കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എനർജി. ഫ്രീക്വൻസി ആണെങ്കിൽ ഹേർട്സ് എന്ന് പറയും. സെക്കൻഡ് S⁻⁻1 നമുക്ക് അതിനെ പറയാം. പവറിന്റെ വാട്ട് ആണ്, വോൾട്ടേജ് വോൾട്ട് ആണ്. ഇത് രണ്ടും മാറി പോകരുത്. പവർ വാട്ടും വോൾട്ടേജ് വോൾട്ടുമാണ്. ഓക്കെ, ചാർജ് ആണെങ്കിൽ കൂളോംബ് ആണ്. ഓക്കെ, AS എന്നാണ് അതിന് കൊടുക്കുന്നത്. അപ്പൊ ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഇടയ്ക്കല്ല എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും 1-2 ഒക്കെ ചോദിക്കാറുണ്ട്. സിമ്പൽ എന്താണ്, യൂണിറ്റ് എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ചിലപ്പോൾ അതിനകത്ത് ഇതായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, ചില ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇതായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ അത് രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. അടുത്തത്
നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടുന്ന കുറച്ച് യൂണിറ്റ്സ് ആണ്, പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ആണ്, നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന യൂണിറ്റ്സ് ആണ്. ലെങ്ത് മാസ് ടൈമിൻ്റെതാണ്. അതിനകത്ത് ലെങ്ത്തിന്റെ കുറച്ച് പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ആണ് ലൈറ്റ് ഇയർ. ലൈറ്റ് ഇയർ എന്ന് വെച്ചാൽ ലൈറ്റ് 1 ഇയർ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ 1 ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പൊ 1 ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ 9.46 into 10⁻15 മീറ്റർ ആണ്. ഈ വാല്യൂ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ചോദിക്കാറുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഇനി 1 astronomical യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1.5 into 10⁻11 മീറ്റർ ആണ്. 1 parsec എന്ന് പറഞ്ഞാൽ 3.26 ലൈറ്റ് ഇയർ ആണ്. ഇത് ലൈറ്റ് ഇയർ ആണ്, 3.26 ലൈറ്റ് ഇയർ ആണ്. അത് നമുക്ക് സോൾവ് ചെയ്ത് വരുമ്പോൾ 3.08 into 10⁻16 മീറ്റർ എന്ന് കിട്ടും. അതായത് ഈ ഒരു വാല്യൂവിന്റെ കൂടെ ഇൻറ്റു 3.26 ചെയ്താൽ നമുക്ക് ഈ വാല്യൂ ആണ് കിട്ടുന്നുണ്ടാവുക. ഇതും ചോദിക്കാറുണ്ട്, 1 പാർസെക് എന്താണ് എന്നും ചോദിക്കാറുണ്ട്. ചിലപ്പോൾ അതിൽ 3.26 ലൈറ്റ് ഇയർ എന്നായിരിക്കും കൊടുക്കുക, ചിലപ്പോൾ ഈ വാല്യൂ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. സോ രണ്ട് വാല്യൂസും പഠിക്കണം. അടുത്തത് 1 nautical mile. 1 nautical mile എന്ന് പറഞ്ഞാൽ 6020 feet ആണ് 1 nautical mile എന്ന് പറയുന്നത്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. nautical mile പറയുന്ന വേറൊരു പേരാണ് sea mile. sea mile എന്നും പറയാറുണ്ട്. അടുത്തത് മൈക്രോൺ. 1 മൈക്രോൺ എന്ന് പറഞ്ഞാൽ 10⁻⁻6 മീറ്റർ ആണ്. മൈക്രോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ മെഷർ ചെയ്യാനായിട്ടാണ് മൈക്രോൺ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് 1 ആങ്സ്ട്രോൺ. 1 ആങ്സ്ട്രോൺ എന്ന് പറഞ്ഞാൽ 10⁻10 മീറ്റർ ആണ് ഉള്ളത്. ഇത്രയുമാണ് ലെങ്ത്തിന്റെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യേണ്ടി വരുന്നതിന്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മാസ്. മാസിൻ്റെത് 1 ക്വിൻ്റൽ എന്ന് പറഞ്ഞാൽ 10⁻2 kg ആണ്. ദാറ്റ് ഈസ് 10⁻2 എന്ന് പറഞ്ഞാൽ 100 kg. 1 ക്വിൻ്റൽ എന്ന് പറഞ്ഞാൽ 100 kg ആണ്. 1 മെട്രിക് ടൺ. ഇത് ഇവിടെ ഇങ്ങനെ ഇടയ്ക്ക് ഒരു സാധനം വരുന്നുണ്ട്, അതൊന്ന് മൈൻഡ് ചെയ്യണ്ട കേട്ടോ, അതിങ്ങനെ ഇവിടെ ഇരിക്കട്ടെ, മൈൻഡ് ചെയ്യണ്ട. 1 മെട്രിക് ടൺ എന്ന് പറഞ്ഞാൽ 10⁻3 kg. 10⁻3 എന്ന് പറഞ്ഞാൽ 1000 kg ആണ് 1 മെട്രിക് ടൺ. ഇനി 1 അറ്റോമിക് മാസ് യൂണിറ്റ് അല്ലെങ്കിൽ ഡാൽട്ടൺ എന്ന് പറഞ്ഞാൽ 1.66 into 10⁻27 kg ആണ്. അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അറിയാം, ആറ്റത്തിന്റെ കേസിലാണ് നമ്മളത് പറയുന്നത്. അടുത്തത് 1 സ്ലഗ് എന്ന് പറഞ്ഞാൽ 14.59 kg. ഇവിടെ വരുന്നതാ 1 പൗണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ബ്രിട്ടീഷിൽ യൂസ് ചെയ്യുന്നതാണെന്ന്. 1 പൗണ്ട് എന്ന് പറഞ്ഞാൽ 0.4537 kg ആണ്. സോറി, 0.4537 kg ആണ് 1 പൗണ്ട് എന്ന് പറയുന്നത്. ഇത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതും ചോദിക്കാറുള്ളതാണ്. നെക്സ്റ്റ് 1 ചന്ദ്രശേഖർ ലിമിറ്റ്. ചന്ദ്രശേഖർ ലിമിറ്റ് നമ്മൾ സ്പേസിലൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു മാസാണ്. 2.8 into 10⁻30 kg ആണ് 1 ചന്ദ്രശേഖർ ലിമിറ്റ് എന്ന് പറയുന്നത്. ഇതും ചോദിച്ച് കാണാറുണ്ട്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ച് കാണാറുള്ളത് ഇത് രണ്ടെണ്ണമാണ്. അപ്പൊ അതെന്തായാലും പഠിക്കണം, ബാക്കിയുള്ളത് അറിഞ്ഞിരിക്കണം. ഈ ക്വിൻ്റലും മെട്രിക് ടണ്ണും ഒക്കെ നമുക്ക് കൺവേർഷൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. സോ അത് പഠിച്ചു വെക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്തത് ടൈമിന്റെ കേസ്. ഇപ്പൊ നമ്മൾ ലെങ്ത്തും പറഞ്ഞു, മാസം പറഞ്ഞു, ഇനി വരുന്നത് ടൈമാണ്. 1 സോളാർ ഡേ എന്ന് പറഞ്ഞാൽ 86,400 സെക്കൻഡ് ഒരു ദിവസമാണ്. ഓക്കെ, ഒരു ദിവസമാണ് 1 സോളാർ ഡേ എന്ന് പറയുന്നത്. 1 ഡേ അതായത് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി എന്താ പറയുക, 24 hours എന്ന് പറയും. അതിനകത്ത് എത്ര വരുന്നുണ്ടെന്നാ പറയണത്, 86,400 സെക്കൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലെ. 24 into 60 ചെയ്താൽ നമുക്ക് മിനിറ്റ് കിട്ടും, 1414 കിട്ടും. ഇൻറ്റു 60 ചെയ്താൽ നമുക്ക് 86,400 സെക്കൻഡ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് 24 hours into 60 minute into 60 സെക്കൻഡ് ചെയ്യുമ്പോൾ ഒരു ദിവസത്തിൽ നമുക്ക് ഉണ്ടാവുന്നത് 86,400 സെക്കൻഡ് ആണ് ഒരു ദിവസം. ഇനി 1 ഇയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ നോർമലി പറയാ 365 ഡേയ്സ് എന്നാണ് പറയുക. പക്ഷെ അത് അങ്ങനെയല്ല, 365 ഹാഫ് സോളാർ ഡേയ്സ് ആണ് 1 ഇയർ എന്ന് പറയുന്നത്.
ഇനി 1 lunar month എന്ന് പറഞ്ഞാൽ 27.3 സോളാർ ഡേയ്സ് ആണ്. ഓക്കെ, ഒരു ചാന്ദ്രമാസം എന്നൊക്കെ മലയാളത്തിൽ പറയും. നമ്മൾ ചന്ദ്രോത്സവം സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ, ഒരു ചാന്ദ്രമാസം. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് അവിടെയാണ് കേട്ടോ, ഒരു ചാന്ദ്രമാസം എന്ന്. അപ്പൊ അങ്ങനെ ഒരു ലൂണാർ മന്ത് അല്ലെങ്കിൽ ചാന്ദ്രമാസം എന്ന് പറയുന്നത് 27.3 സോളാർ ഡേയ്സിനെയാണ് പറയുന്നത്. അടുത്തത് ട്രോപ്പിക്കൽ ഇയർ. ട്രോപ്പിക്കൽ ഇയർ എന്ന് വെച്ചാൽ സോളാർ എക്ലിപ്സ്, ടോട്ടൽ സോളാർ എക്ലിപ്സ് നടക്കുന്ന വർഷത്തിനെയാണ് നമ്മൾ ട്രോപ്പിക്കൽ ഇയർ എന്ന് പറയുന്നത്. ലീപ്പ് ഇയർ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ഫെബ്രുവരിയിലെ 29 ഡേയ്സ് ഉള്ള വർഷത്തിനെയാണ് നമ്മൾ ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ടൈമിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിൽ ഏതെങ്കിലും ഒക്കെ എപ്പോഴെങ്കിലും ഒക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത്രയും ഒക്കെയാണ് യൂണിറ്റിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി നമ്മൾ നോക്കേണ്ടത് പ്രിഫിക്സസ് ആണ്. ഓക്കെ, നമ്മൾ മെട്രിക് സിസ്റ്റത്തിൽ കുറെ അധികം കൺവേർഷനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് പ്രിഫിക്സ്. അപ്പൊ ഇത് നമുക്ക് പഠിക്കാനായിട്ട് ഒരു എളുപ്പ വഴിയുണ്ട്. ഓക്കെ, നമ്മൾ യൂണിവേഴ്സൽ ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു എളുപ്പ പണിയുണ്ട്. അത് നമുക്ക് ഇപ്പൊ നോക്കാം. ഇതാ ഇങ്ങനെ എഴുതിയ 10⁻�0 എന്ന് പറയുന്നത് ബേസ് ആണ്. നമ്മൾ ഒരു നമ്പർ ലൈൻ പോലെ ബേസ് ആദ്യം കൊടുത്തു, എന്നിട്ട് നെഗറ്റീവ് എക്സ്പൊണൻസ് എല്ലാം ഒരു സൈഡിലേക്ക് കൊടുത്തു, പോസിറ്റീവ് എക്സ്പൊണൻസ് എല്ലാം ഒരു സൈഡിലേക്ക് കൊടുത്തു. ഇത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എക്സ്പൊണൻസ് വരുന്നത് 1 2 3 കഴിഞ്ഞാൽ പിന്നെ 3യുടെ മൾട്ടിപ്പിൾസ് ആണ്. 3 × 2 6, 3 × 3 9, 3 × 4 12 അങ്ങനെയാണ് വരുന്നത്. 1 2 3 കഴിഞ്ഞാൽ പിന്നെ 3യുടെ 3 മൾട്ടിപ്പിൾസും കൂടെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ഈ ഒരു വേർഡിങ്സ് അല്ലെങ്കിൽ ഈ ഒരു കോട്ട്, ഇത് പ്രത്യേകിച്ച് അർത്ഥമുള്ളതൊന്നും അല്ല, നമുക്ക് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. എനിക്ക് എൻ്റെ സാറ് പഠിപ്പിച്ചതെന്നും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നു. ഓക്കെ, ഇതൊന്ന് നോക്കുക. ദ ഗ്രേറ്റ് മാൻ കിങ് ഹെൻറീസ് ഡോട്ടർ ബെത്ത് ഡ്രിങ്ക്സ് കോൾഡ് മിൽക്ക് അൺടിൽ 9 PM. ഇത് മ്യൂ ആണ്, പക്ഷെ നമ്മൾ അൺടിൽ എന്നെടുക്കും. അൺടിൽ 9 PM. ഒരു ബന്ധമില്ലാത്തൊരു വേർഡ് അല്ലെ. ഗ്രേറ്റ് മാൻ കിങ് ഹെൻറിയുടെ ഡോട്ടർ 9 മണി വരെ എന്ത് കുടിക്കും? തണുത്ത പാല് കുടിക്കും. അപ്പൊ ഇത് നമ്മൾ മൈൻഡിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ 0, അത് ബേസ്. ബെത്ത് എന്ന് പറയുന്നത് ബേസ് ആക്കി എടുത്താല് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും നോക്കുക. ഡോട്ടർ D 10⁻1 ഡെക്ക. അപ്പൊ 10⁻1 പറയുക ഡെക്ക എന്നാണ്. 10⁻2 നമ്മൾ പറയുക ഹെക്ടോ എന്നാണ്. 10⁻3 പറയുക കിലോ എന്നാണ്. 10⁻3 കിലോ ആണ്. 10⁻6 മെഗാ, 10⁻9 ജിഗ ആൻഡ് 10⁻12 ടെറ. ഓക്കെ, അപ്പൊ ടെറ, ജിഗ, മെഗാ, കിലോ, ഹെക്ടോ, ഡെക്ക. അത്രയുമാണ് പോസിറ്റീവ് എക്സ്പൊണൻസിന്റെ പറയുന്നത്. ബേസ് നമുക്ക് 0 ആയിട്ട് വന്നു. അടുത്തത് നെഗറ്റീവിന്റെ നോക്കുകയാണ്. നെഗറ്റീവ് D, ഡെസി, സി സെന്റി, മില്ലി. ഇത് മൈക്രോ. മൈക്രോനെ നമ്മൾ എടുക്കുന്ന സിമ്പിൾ ആണ് മ്യൂ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ അത് മ്യൂ എന്നിങ്ങനെ അണ്ടിലിന് മ്യൂ എന്നിങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ മ്യൂ, N നാനോ, 10⁻⁻9 നാനോ, P4 പിക്കോ, 10⁻⁻12 പിക്കോ. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ഇതെല്ലാം തന്നെ പഠിക്കാം. ഇത് ഒരൊറ്റ ദിവസത്തിലൊന്നും നമുക്ക് പഠിക്കാൻ പറ്റില്ല. കുറച്ചധികം കാണാതെ പഠിക്കുന്നതിലും കുറച്ചുകൂടെ നല്ലത് ഇത് ഡെയിലി ഒരു തവണയെങ്കിലും ഒന്ന് വായിച്ചു പോവുക. നമ്മൾ എവിടെയെങ്കിലും കാണുന്ന ഒരു സ്ഥലത്ത് എഴുതി വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ റാൻഡം ആയിട്ട് വായിച്ചു പോയാൽ തന്നെ നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഫിക്സ് ആവും. ഓക്കെ, അടുത്തത് ഡയമെൻഷൻസ്. ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ ബേസിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെയും നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, ദാറ്റ് മീൻസ് മാസ്, ലെങ്ത്, ടൈം, ഈ 3 എണ്ണത്തിന്റെ ബേസിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, ഡയമെൻഷൻസ് നോക്കാം. ഇതിനകത്ത് കുറേയേറെ ഉണ്ട്. അപ്പൊ ഇത് മെയിൻ ആയിട്ട് ഇപ്പം ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ രണ്ടും എന്ത് തന്നെയാണ്? നമ്മുടെ ഡിസ്റ്റൻസിനെ മെഷർ ചെയ്യുന്നതാണ്. സോ L 2 എണ്ണം വരുന്നുണ്ട്, സ്ക്വയർ. ഇനി ഡെൻസിറ്റി ആണെങ്കിൽ മാസ് ബൈ വോളിയം. മാസ് ആണെങ്കിൽ M ആണ്. വോളിയം എന്ന് പറഞ്ഞാൽ L³ ആണ്. അപ്പൊ ബൈ L³ നമ്മൾ മേലേക്ക് ഇടുമ്പോൾ L⁻⁻3 എന്ന് വരും.
അങ്ങനെയാണ് ഡയമെൻഷണൽ ഫോർമുല പോകുന്നത്. അപ്പൊ ഇത് ഓരോന്നായിട്ട് നമ്മൾ ഓരോ ചാപ്റ്ററിലും പഠിക്കുന്നതിനനുസരിച്ചിട്ട് ഇതിന്റെ ഓരോന്നിന്റെയും ഇക്വേഷൻസ് നമ്മൾ പഠിക്കും. അപ്പൊ ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയമെൻഷണൽ ഫോർമുലയിലേക്ക് എത്താൻ പറ്റും. ഈ ഒരു ഇക്വേഷനും അറിയണം, അതുപോലെ തന്നെ നമ്മുടെ യൂണിറ്റും അറിയണം. യൂണിറ്റ് അറിഞ്ഞാലും നമുക്കിത് ഈസി ആയിട്ട് ഡയമെൻഷൻസിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത്രയുമാണ് കാര്യങ്ങൾ. ഇത് കുറച്ച് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിനകത്ത് നോക്കിയത്. ഇത് എത്രത്തോളം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് പറയണം. നമുക്ക് ഇതിന്റെ തന്നെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും എക്സ്പ്ലനേഷൻസും ആയിട്ട് ഒരു വീഡിയോ ഇതിന്റെ പുറകെ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത്രയുമാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിലുള്ളത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ പറയുന്നത് ഒന്നും തന്നെ കാണാതെ പഠിക്കുക എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ റാൻഡം ആയിട്ട് കുറച്ചു വട്ടം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ കുറച്ച് കാര്യങ്ങൾ ആദ്യം കേൾക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ സ്റ്റോർ ആവും, രണ്ടാമത് കേൾക്കുമ്പോൾ കുറച്ചുകൂടെ സ്റ്റോർ ആവും. അങ്ങനെ പതിയെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതിനായിട്ട് അതല്ലാണ്ട് ഇപ്പം ചിലർ എഴുതിയെടുക്കാറുണ്ട്, എഴുതിയെടുത്തിട്ട് പഠിക്കാറുണ്ട്. അങ്ങനെ പഠിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ, കുഴപ്പമില്ല. അതല്ല ഇനിയിപ്പം അങ്ങനെ സമയമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം റാൻഡം ആയിട്ട് ഒരു തവണ കേട്ടിട്ട് വിട്ടിട്ട് പോവുകയല്ല, ഒരു തവണ കേട്ടു ഒന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞ് വിടുകയല്ല ചെയ്യേണ്ടത്. ഇത് ആകെ ഒരു 20 മിനിറ്റ്സ്. ഇതൊക്കെ ഞാൻ ജസ്റ്റ് കാര്യങ്ങൾ പറയുന്നതാണ്. നമുക്ക് കറക്റ്റ് ഒരു 20 മിനിറ്റ് മാത്രമേ നമുക്ക് പോർഷൻ ഉള്ളൂ. അപ്പൊ ഡെയിലി ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ കുറച്ച് ഒരു ബ്രേക്ക് കിട്ടുന്ന സമയത്ത് ഒരു 20 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ വട്ടം റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ ഫിക്സ് ആകും. അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞ് ഓർത്തു നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഓർമ്മ കിട്ടിയെന്ന് വരില്ല. പക്ഷെ പിന്നീട് ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എവിടെയെങ്കിലും കാണുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാവും. അപ്പൊ ഇതിനകത്തുള്ള കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നിടത്ത് നമ്മുടെ സ്റ്റഡി ടേബിളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മുടെ മൊബൈലിലോ എവിടെയെങ്കിലും അതൊന്ന് എഴുതി വെക്കുക. നോട്ട് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വായിച്ചു പോവുക. വായിച്ചു പോകുമ്പോൾ കുറേ തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വായിക്കുമ്പോൾ അത് നമ്മുടെ മൈൻഡിലേക്ക് ഫിക്സ് ആകും. അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.